സെക്കൻഡ് സെമസ്റ്റർ BSc ഡിഗ്രി എക്സാമിനേഷൻ ഏപ്രിൽ 2020 അതിലെ സ്റ്റാറ്റിസ്റ്റിക്സിൻ്റെ പേപ്പറായിട്ടുള്ള പ്രോബബിലിറ്റി തിയറി അതാണ് നമ്മൾ ഈ വീഡിയോയിൽ ചെയ്യുന്നത്. ഇതിലത്തെ ഫസ്റ്റ് പാർട്ടിൽ നമ്മൾ നോക്കാൻ പോകുന്നത് പാർട്ട് എ ഷോർട്ട് ആൻസർ ക്വസ്റ്റ്യൻസ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഡിഫൈൻ സാമ്പിൾ സ്പേസ് ഇവൻറ്റ് ഓഫ് എ റാൻഡം എക്സ്പെരിമെൻറ്റ്. The set of all possible outcomes of a random experiment is called the sample space. ഒരു റാൻഡം എക്സ്പെരിമെൻ്റ് നടത്തിക്കഴിഞ്ഞാൽ കിട്ടാവുന്ന എല്ലാ പോസിബിൾ ഔട്ട്കമ്മുകളുടെയും സെറ്റിനെയാണ് നമ്മൾ സാമ്പിൾ സ്പേസ് എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ ഞാനൊരു ഡൈ ത്രോ ചെയ്യുകയാണ് എൻ്റെ റാൻഡം എക്സ്പെരിമെൻ്റ് എങ്കിൽ ഞാനതിലുള്ള എല്ലാ പോസിബിൾ ഔട്ട്കംസ്, ദറ്റ് ഈസ് സെറ്റ് 1 2 3 4 5 6, ദിസ് ഇസ് എ സാമ്പിൾ സ്പേസ്. ഞാനിപ്പോൾ കോയിൻ ടോസ് ചെയ്യുകയാണെങ്കിൽ എൻ്റെ സാമ്പിൾ സ്പേസിൽ സെറ്റ് ഹെഡ് ടി, ഇതിനെയാണ് നമ്മൾ സാമ്പിൾ സ്പേസ് എന്ന് പറയുന്നത്. ആൻഡ് ഇവൻ്റ് എന്ന് പറഞ്ഞാൽ എന്താ നോക്കാം. ഔട്ട് ഓഫ് ഓൾ ദി ഔട്ട്കംസ് ഓഫ് ദി സാമ്പിൾ സ്പേസ് only certain outcomes satisfies a particular condition. The set of such outcomes is called a event. Event is a subset of the sample space. അപ്പം ഈ ഔട്ട്കമ്മുകളുടെ കൂട്ടത്തിൽ, സാമ്പിൾ സ്പേസിലത്തെ ഔട്ട്കമ്മുകളുടെ കൂട്ടത്തിൽ ചില ഔട്ട്കമ്മുകൾ ഒരു കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യും. അത്തരം ഔട്ട്കമ്മുകളുടെ സെറ്റിനെയാണ് നമ്മൾ ഇവൻ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ എ എന്ന് പറഞ്ഞൊരു ഇവൻ്റ് ഡിഫൈൻ ചെയ്യുന്നു. അപ്പോൾ ഞാൻ സാമ്പിൾ സ്പേസ് നോക്കുന്നത് അല്ലെങ്കിൽ റാൻഡം എക്സ്പെരിമെൻറ്റ് നോക്കുന്നത് ഡൈ ത്രോയിങ് ആണ്. അപ്പോൾ ഞാൻ പറയുന്നത് ഗെറ്റിംഗ് ആൻ ഈവൺ നമ്പർ, ഒരു ഈവൺ നമ്പർ കിട്ടുകയാണ് എൻ്റെ ഇവൻ്റ് എന്ന് ഞാൻ പറയുകയാണ്. അപ്പം ഈ സാമ്പിൾ സ്പേസിൽ ഈവൺ നമ്പർ കിട്ടുക എന്ന് പറയുന്ന കണ്ടീഷൻ അനുസരിക്കുന്ന ഔട്ട്കമ്മുകൾ മാത്രം ഞാൻ നോക്കുന്നു. ദറ്റ് ഈസ് സെറ്റ് 2 4 6. അപ്പോൾ ഇതൊരു ഇവൻ്റാണ്. ഇപ്പോൾ ഇവൻ്റ് എന്ന് പറയുമ്പോൾ നമുക്ക് കാണാം സാമ്പിൾ സ്പേസിലുള്ള ഔട്ട്കമ്മുകളിൽ ഈ കണ്ടീഷൻ അനുസരിച്ചിരിക്കുന്ന കുറച്ച് ഔട്ട്കമ്മുകളുടെ സെറ്റാണ്. അതിനെയാണ് നമ്മൾ ഇവൻ്റ് എന്ന് പറയുന്നത്. Explain mutually exclusive and exhaustive events. Two or more events are said to be mutually exclusive if they cannot occur together simultaneously in the same trial. അതായത് ഒരുമിച്ചിട്ട് ഒരു ട്രയലിൽ ഒക്കർ ചെയ്യാൻ പറ്റാത്ത ഇവൻറ്റുകളെയാണ് നമ്മൾ എന്ത് പറയുന്നത്, മ്യൂച്വലി എക്സ്ക്ലൂസീവ് ഇവൻറ്റ്സ് എന്ന് പറയുന്നത്. ഇഫ് ദ ഇവൻറ്റ്സ് എ ആൻഡ് ബി ആർ മ്യൂച്വലി എക്സ്ക്ലൂസീവ് then A intersection B is equal to null set. എയും ബിയും മ്യൂച്വലി എക്സ്ക്ലൂസീവ് ആണെങ്കിൽ അവരുടെ ഇൻ്റർസെക്ഷൻ എപ്പോഴും നൾ സെറ്റ് ആയിരിക്കും. അവർക്ക് കോമൺ ആയിട്ടുള്ള പോയിൻറ്റ്സ് ഉണ്ടാവില്ല. അപ്പോൾ നമ്മൾ എക്സാമ്പിൾ പറയുകയാണെന്ന് വെച്ചാൽ, ഇപ്പോൾ നമ്മൾ കോയിൻ ടോസ് ചെയ്യുകയാണെങ്കിൽ ഹെഡ് കിട്ടുന്നത്, ഗെറ്റിംഗ് എ ഹെഡ് അല്ലേ, ആൻഡ് ഗെറ്റിംഗ് എ ടെയിൽ, ഇത് മ്യൂച്വലി എക്സ്ക്ലൂസീവാണ്. അതായത് ഓരോ പ്രാവശ്യം കോയിൻ ടോസ് ചെയ്യുമ്പോഴും ഒരു ട്രയലിൽ ഒരുമിച്ച് ഹെഡും ടെയിലും വരില്ല. അപ്പോൾ അതായത് ഇവർക്ക് കോമൺ പോയിൻറ്റ്സ് ഒന്നുമില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് അവരെ മ്യൂച്വലി എക്സ്ക്ലൂസീവ് ഇവൻറ്റ്സ് എന്ന് പറയും. എന്നാൽ എപ്പോഴാണ് ഇവൻറ്റുകൾ എക്സോസ്റ്റീവ് ഇവൻറ്റ്സ് എന്ന് പറയുന്നത്? 2 or more events are said to be exhaustive if their union is the sample space S. അവരുടെ യൂണിയൻ എടുക്കുകയാണെങ്കിൽ നമുക്ക് എന്ത് കിട്ടും, സാമ്പിൾ സ്പേസ് എസ് കിട്ടും. ഇഫ് ദ ഇവൻറ്റ്സ് എ ആൻഡ് ബി ആർ എക്സോസ്റ്റീവ് then A union B is equal to the sample space S. അടുത്ത ക്വസ്റ്റ്യൻ, ഇഫ് P of A is equal to 0.6, P of A union B is equal to 0.8, find P of B when A and B are independent. ഇതാണ് നമ്മളെ ക്വസ്റ്റ്യൻ അല്ലേ. അതായത് നമുക്ക് തന്നിരിക്കുന്ന കാര്യങ്ങളെന്ന് പറഞ്ഞാൽ P of A is equal to 0.6 എന്ന് തന്നിട്ടുണ്ട്. ആൻഡ് P of A union B is equal to 0.8. ഇത് രണ്ടും തന്നിട്ടുണ്ട്. ആൻഡ് ഒരു കാര്യം കൂടി പറഞ്ഞിട്ടുണ്ട്, എയും ബിയും ഇൻഡിപെൻഡൻ്റ് ആണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ രണ്ട് ഇവൻറ്റുകൾ ഇൻഡിപെൻഡൻ്റ് ആണെങ്കിൽ നമുക്ക് എന്താ അറിയാൻ കഴിയുന്നത്, അവരുടെ ഇൻ്റർസെക്ഷൻ്റെ പ്രോബബിലിറ്റി, അതായത് P of A ഇൻ്റർസെക്ഷൻ ബി, ഇനി നമുക്ക് എങ്ങനെ എഴുതാം, P of A ഇൻറ്റു P of B എന്ന് എഴുതാൻ പറ്റും. അപ്പോൾ ഇത് ഇൻഡിപെൻഡൻ്റ് എന്ന് പറഞ്ഞ കണ്ടീഷൻ ഉള്ളതുകൊണ്ട് നമുക്ക് അറിയുന്ന കാര്യമാണ്. നമ്മളോട് പറഞ്ഞിരിക്കുന്നത് P of B എന്താണ് എന്ന് കണ്ടുപിടിക്കാനാണ്. P of B നമുക്ക് കണ്ടുപിടിക്കും വേണം അല്ലേ. അപ്പം നമുക്ക് P of A യൂണിയൻ B തന്നിട്ടുണ്ട്. നമ്മൾ എഡീഷൻ തിയറം ഉപയോഗിക്കുകയാണ്. എഡീഷൻ തിയറം എന്താ പറഞ്ഞു തരുന്നത്, P of A യൂണിയൻ B ക്യാൻ ബി റിട്ടൺ ആസ് P of A പ്ലസ് P of B മൈനസ് P of A ഇൻ്റർസെക്ഷൻ B എന്ന് എഴുതാം. ദറ്റ് ഈസ് ഈക്വൽ ടു, ഈ കേസിൽ എയും ബിയും ഇൻഡിപെൻഡൻ്റ് ആണ്. അപ്പോൾ P of A പ്ലസ് P of B
മൈനസ് ഇൻഡിപെൻഡൻ്റ് ആയതുകൊണ്ട് നമുക്ക് എങ്ങനെ എഴുതാം, പി ഓഫ് എ ഇൻ്റർസെക്ഷൻ ബിനെ പി ഓഫ് എ ഇൻറ്റു പി ഓഫ് ബി എന്നെഴുതാം. ഇതാണ് നമ്മളുടെ പി ഓഫ് എ യൂണിയൻ ബിനെ നമ്മൾ എഴുതുന്നത് ഇഫ് എ ആൻഡ് ബി ആർ ഇൻഡിപെൻഡൻറ്റ്. നമുക്ക് അറിയുന്ന വാല്യൂസൊക്കെ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. പി ഓഫ് എ യൂണിയൻ ബി 0.8 തന്നിട്ടുണ്ട്. ദാറ്റ് ഈസ് ഈക്വൽ ടു പി ഓഫ് എ ഈസ് ഈക്വൽ ടു 0.6 പ്ലസ് പി ഓഫ് ബി നമുക്ക് അറിയില്ല, അപ്പോൾ പി ഓഫ് ബി തന്നെ എഴുതുന്നു, മൈനസ് പി ഓഫ് എ വിച്ച് ഇസ് 0.6 ഇൻറ്റു പി ഓഫ് ബി. ഇങ്ങനെ നമുക്ക് എഴുതാം അല്ലേ. ഇനി നമുക്ക് ഈ 0.6നെ നമുക്ക് ലെഫ്റ്റ് ഹാൻഡ് സൈഡിലേക്ക് കൊണ്ടുവരാം. അപ്പോൾ 0.8 മൈനസ് 0.6 ഇസ് ഈക്വൽ ടു ഇവിടെ വരുന്നത് പി ഓഫ് ബി മൈനസ് 0.6 ഇൻറ്റു പി ഓഫ് ബി, ഓർ 0.8 മൈനസ് 0.6 എന്ന് പറഞ്ഞാൽ 0.2. ദറ്റ് ഈസ് ഈക്വൽ ടു ഇവിടെ രണ്ട് സ്ഥലത്തും പി ഓഫ് ബി കോമൺ ആയിട്ടുണ്ട്. നമുക്ക് എഴുതാം പി ഓഫ് ബീനെ പുറത്തേക്ക് എടുത്തിട്ട് പി ഓഫ് ബി ഇൻറ്റു 1 മൈനസ് 0.6 എന്ന് നമുക്ക് എഴുതാം, ഓർ ദിസ് ഇസ് ഈക്വൽ ടു പി ഓഫ് ബി ഇൻറ്റു 1 മൈനസ് 0.6 എന്ന് പറഞ്ഞാൽ 0.4 അല്ലേ. അപ്പം നമുക്ക് കിട്ടിയത് 0.2 ഇസ് ഈക്വൽ ടു പി ഓഫ് ബി ഇൻറ്റു 0.4, ഓർ വാട്ട് ഇസ് പി ഓഫ് ബി? പി ഓഫ് ബി ഇസ് ഈക്വൽ ടു 0.2 ഡിവൈഡഡ് ബൈ 0.4, അല്ലെങ്കിൽ 2/4 എന്ന് പറയാം, ഓർ ദാറ്റ് ഇസ് 0.5. അപ്പോൾ പി ഓഫ് ബി നമുക്കിവിടെ കിട്ടിയിരിക്കുന്നത് പി ഓഫ് ബി ഇസ് ഈക്വൽ ടു 0.5. നമ്മൾ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഡിഫൈൻ പി ഓഫ് എ ഗിവൺ ബി വേർ എ ആൻഡ് ബി ആർ 2 ഇവൻറ്റ്സ്. ഓൾസോ സ്റ്റേറ്റ് ദ മൾട്ടിപ്ലിക്കേഷൻ തിയറം ഓഫ് പ്രോബബിലിറ്റി. അപ്പോൾ എന്താണ് പി ഓഫ് എ ഗിവൺ ബി? ഇഫ് എ ആൻഡ് ബി ആർ 2 ഇവൻറ്റ്സ്, then the conditional probability of the event A given the event B has already occurred is given by P of A given B is equal to P of A intersection B divided by P of B provided P of B is not equal to 0. അതായത് പി ഓഫ് എ ഗിവൺ ബി എന്ന് പറയുന്നത് എന്താണ്? അത് ഒരു കണ്ടീഷണൽ പ്രോബബിലിറ്റിയാണ്. അതായത് നമ്മൾ എ എന്ന് പറഞ്ഞ ഇവൻറ്റിൻ്റെ പ്രോബബിലിറ്റി ആണ് ഇവിടെ കണ്ടുപിടിക്കുന്നത്. പക്ഷേ നമുക്ക് അറിയുന്ന ഒരു കണ്ടീഷൻ എന്താണ്? തന്നിട്ടുണ്ട് ബി എന്ന് പറഞ്ഞൊരു ഇവൻറ്റ് ഓൾറെഡി ഒക്കർ ചെയ്ത് കഴിഞ്ഞു. അങ്ങനെയുള്ളപ്പോൾ ഉള്ള പ്രോബബിലിറ്റി അതിനെ കാണാനുള്ള വഴി എന്താണ്? പി ഓഫ് എ ഗിവൺ ബി എന്ന് പറഞ്ഞാൽ പി ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി ഡിവൈഡഡ് ബൈ പി ഓഫ് ബി. ശ്രദ്ധിക്കേണ്ടത് പി ഓഫ് ബി 0 ആവാൻ പാടില്ല. ഇനി മൾട്ടിപ്ലിക്കേഷൻ തിയറം ഓഫ് പ്രോബബിലിറ്റി എന്താന്ന് നോക്കാം. മൾട്ടിപ്ലിക്കേഷൻ തിയറം ഓഫ് പ്രോബബിലിറ്റി പറയുന്നത് ഇഫ് എ ആൻഡ് ബി ആർ എനി 2 ഇവൻറ്റ്സ് ദെൻ പി ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി ഇസ് ഈക്വൽ ടു പി ഓഫ് ബി ഇൻറ്റു പി ഓഫ് എ ഗിവൺ ബി. അതായത് നമ്മളെ കണ്ടീഷണൽ പ്രോബബിലിറ്റിയുടെ ഡെഫിനിഷൻ തന്നെ കിട്ടുന്നതാണ്. അപ്പോൾ ഒന്നില്ലെങ്കിൽ പി ഓഫ് എ ഇൻ്റർസെക്ഷൻ ബിനെ നമുക്ക് എങ്ങനെ എഴുതാം? പി ഓഫ് ബി ഇൻറ്റു പി ഓഫ് എ ഗിവൺ ബി, ഓർ പി ഓഫ് എ ഇൻ്റർസെക്ഷൻ ബിനെ ഇങ്ങനെ എഴുതാം, പി ഓഫ് എ ഇൻറ്റു പി ഓഫ് ബി ഗിവൺ എ എന്ന് എഴുതാം. ഇതാണ് മൾട്ടിപ്ലിക്കേഷൻ തിയറം ഓഫ് പ്രോബബിലിറ്റി. അടുത്ത ക്വസ്റ്റ്യൻ, ഡിഫറൻഷിയേറ്റ് ഡിസ്ക്രീറ്റ് ആൻഡ് കണ്ടിന്യൂസ് റാൻഡം വേരിയബിൾസ്. A random variable is said to be discrete if it takes finite or countably infinite number of values. നമുക്ക് കൗണ്ട് ചെയ്യാൻ പറ്റുന്നതോ കൗണ്ടബ്ലി ഇൻഫിനിറ്റ് ആയിട്ടുള്ളതോ അത് ഫൈനൈറ്റോ ആയിട്ടുള്ള വാല്യൂസ് എടുക്കുന്ന റാൻഡം വേരിയബിൾസിനെ നമുക്ക് എന്ത് പറയാം? ദേ ആർ ഡിസ്ക്രീറ്റ് റാൻഡം വേരിയബിൾസ്. ഒരു റാൻഡം വേരിയബിൾ എടുക്കുന്ന വാല്യൂസ് ഇപ്പോൾ ഞാൻ പറയുന്നു 1, 2, 3 ഇങ്ങനത്തെ വാല്യൂസ് ഒക്കെ എടുക്കുകയാണെന്ന് വെച്ചാൽ ദിസ് ഇസ് എ ഡിസ്ക്രീറ്റ് റാൻഡം വേരിയബിൾ. A random variable is said to be continuous if it takes uncountably infinite number of values within an interval. അതായത് കൗണ്ട് ചെയ്യാൻ പറ്റാത്തത്ര വാല്യൂസ്. ഇപ്പോൾ എക്സ് എന്ന് പറയുന്ന റാൻഡം വേരിയബിൾ എടുക്കുന്ന വാല്യൂസ് 0-ൻ്റെയും 1-ൻ്റെയും ഇടയിലുള്ള വാല്യൂസ് ആണെങ്കിൽ 0-ൻ്റെയും 1-ൻ്റെയും ഇടയിൽ ഇൻഫിനിറ്റ് നമ്പർ ഓഫ് റിയൽ നമ്പേഴ്സ് ഉണ്ട് അല്ലേ. അപ്പോൾ എത്ര വാല്യൂസ് എടുക്കുന്നു എന്ന് നമുക്ക് കൗണ്ട് ചെയ്യാൻ പറ്റില്ല. അങ്ങനെ വാല്യൂസ് എടുക്കുന്ന റാൻഡം വേരിയബിളിനെയാണ് നമ്മൾ കണ്ടിന്യൂസ് റാൻഡം വേരിയബിൾ എന്ന് പറയുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, ഫൈൻഡ് k if f of x is equal to kx square for 0 less than x less than 1 is a probability density function of x. അതായത് നമുക്ക് എഫ് ഓഫ് എക്സ് തന്നിട്ടുണ്ട്. ഇവിടെ എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് എന്താണ്?
കെ എക്സ് സ്ക്വയർ ആൻഡ് എക്സിൻ്റെ റേഞ്ച് 0-ൻ്റെയും 1-ൻ്റെയും ഇടയിലാണെന്ന് പറഞ്ഞിരിക്കുന്നു. ഇനി നമുക്ക് കെ എന്ന് പറഞ്ഞ കോൺസ്റ്റൻറ്റ് കണ്ടുപിടിക്കണം. അപ്പോൾ നമ്മൾ പി ഡി എഫിലോ പി എം എഫിലോ ഒക്കെ ഉള്ള കോൺസ്റ്റൻറ്റ് കണ്ടുപിടിക്കാൻ നമ്മൾ ഉപയോഗിക്കുന്ന പ്രോപ്പർട്ടി ടോട്ടൽ പ്രോബബിലിറ്റി ഇസ് ഈക്വൽ ടു 1. ഈ കേസിൽ ടോട്ടൽ പി ഡി എഫ് ഇസ് ഈക്വൽ ടു 1 എന്ന് പറയുന്ന പ്രോപ്പർട്ടിയാണ് ഉപയോഗിക്കുന്നത്. അതായത് എക്സിൻ്റെ കംപ്ലീറ്റ് റേഞ്ചിൽ എഫ് ഓഫ് എക്സിനെ ഇൻ്റഗ്രേറ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് കിട്ടാൻ പോകുന്ന വാല്യൂ 1 ആയിരിക്കും. അത് പി ഡി എഫിൻ്റെ പ്രോപ്പർട്ടിയാണ്. ആ പ്രോപ്പർട്ടി ഉപയോഗിച്ചിട്ടാണ് നമ്മളിവിടെ വരുന്ന കോൺസ്റ്റൻറ്റുകളെ കണ്ടുപിടിക്കുന്നത്. അപ്പോൾ ഇവിടെ ഇൻ്റഗ്രൽ 0 to 1 എക്സിൻ്റെ റേഞ്ച് എന്ന് പറഞ്ഞാൽ ഇൻ്റഗ്രൽ 0 to 1 എഫ് ഓഫ് എക്സ് ഇസ് കെ എക്സ് സ്ക്വയർ ഡി എക്സ് ദാറ്റ് ഈസ് ഈക്വൽ ടു 1. കെനെ നമുക്ക് പുറത്തേക്ക് എടുക്കാം. കെ ഇൻറ്റു ഇൻ്റഗ്രൽ 0 to 1 എക്സ് സ്ക്വയർ ഡി എക്സ് ഇസ് ഈക്വൽ ടു 1 ഓർ ദിസ് ഇസ് കെ ഇൻറ്റു എക്സ് സ്ക്വയറിനെ ഇൻ്റഗ്രേറ്റ് ചെയ്താൽ എക്സ് ക്യൂബ് ബൈ 3 ബിറ്റ്വീൻ ലിമിറ്റ്സ് 0 and 1 ദാറ്റ് ഈസ് ഈക്വൽ ടു 1 എന്നറിയാം. കെ ഇൻറ്റു ഇവിടെ കെ ബൈ 3 പുറത്തേക്ക് വയ്ക്കാം. എക്സ് ക്യൂബിന് വാല്യൂസ് കൊടുക്കുന്നു. 1 ക്യൂബ് മൈനസ് 0 ക്യൂബ് അല്ലേ, ദാറ്റ് ഈസ് ഈക്വൽ ടു 1 ഓർ കെ ബൈ 3 ഇസ് ഈക്വൽ ടു 1 ഓർ വി ക്യാൻ സേ കെ ഇസ് ഈക്വൽ ടു 3. ഇപ്പം നമ്മൾ കോൺസ്റ്റൻറ്റിൻ്റെ വാല്യൂ നമ്മൾ കണ്ടുപിടിച്ചു. ടോട്ടൽ പി ഡി എഫ് ഇസ് ഈക്വൽ ടു 1 എന്ന് പറഞ്ഞ പ്രോപ്പർട്ടി ഉപയോഗിച്ച് നമുക്ക് കിട്ടി കെ ഇസ് ഈക്വൽ ടു 3. അടുത്ത ക്വസ്റ്റ്യൻ, ഫോർ എ റാൻഡം വേരിയബിൾ എക്സ് വിത്ത് പോസിബിൾ വാല്യൂസ് 1, 2 and 3 ഐഡൻറ്റിഫൈ വിത്ത് റീസൺ ദ വാല്യൂസ് ഓഫ് എഫ് 0.5 and f 3.2 where capital F is the distribution function of x. അപ്പോൾ നമുക്കിവിടെ തന്നിരിക്കുന്നത് എക്സ് എന്ന് പറയുന്ന ഒരു റാൻഡം വേരിയബിൾ. അതിൽ എടുക്കുന്ന വാല്യൂസ് ഏതൊക്കെയാണ് പറഞ്ഞിരിക്കുന്നു? 1, 2 and 3 3 വാല്യൂസാണ് എൻ്റെ റാൻഡം വേരിയബിൾ എക്സ് എടുക്കുന്നത്. അതായത് ഈ 3 വാല്യൂസിൽ ഇയാൾക്ക് ഇതൊരു ഡിസ്ക്രീറ്റ് റാൻഡം വേരിയബിളാണ്. ഇയാൾക്ക് പി എം എഫുകൾ ഉണ്ടാവുക, നോൺ സീറോ പി എം എഫ്. ബാക്കി എല്ലാവിടെയും പി എം എഫ് 0 ആയിരിക്കും അല്ലേ. അപ്പോൾ നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത് ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ അല്ലെങ്കിൽ സി ഡി എഫ് ആണ്. ക്യുമുലേറ്റീവ് ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ ആണ് കണ്ടുപിടിക്കുന്നത്. അപ്പോൾ ക്യുമുലേറ്റീവ് ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ സി ഡി എഫ് നമ്മൾ എങ്ങനെയാണ് കണ്ടുപിടിക്കുക? ക്യാപിറ്റൽ എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ പ്രോബബിലിറ്റി ഓഫ് ക്യാപിറ്റൽ എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു സ്മോൾ എക്സ്. ഇതാണ് അത് കാണാനുള്ള ഫോർമുല. അതായത് എനിക്ക് ഏത് വാല്യൂ ആണോ എക്സിൻ്റെ ഏത് എക്സ് വാല്യൂവിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ ആണോ കാണേണ്ടത്, ഞാൻ എന്താ കാണേണ്ടത്? പ്രോബബിലിറ്റി ദാറ്റ് എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ദാറ്റ് വാല്യൂ അല്ലേ. അപ്പോൾ എനിക്കിപ്പോൾ ഇവിടെ കാണാൻ പറഞ്ഞിരിക്കുന്നത് എഫ് ഓഫ് 0.5 കാണാൻ എന്നോട് പറഞ്ഞിട്ടുണ്ട്. എഫ് ഓഫ് 0.5 കാണുക എന്ന് പറഞ്ഞാൽ ഞാൻ കണ്ടുപിടിക്കേണ്ടത് പ്രോബബിലിറ്റി ദാറ്റ് എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 0.5. എക്സിൻ്റെ വാല്യൂ നമ്മുടെ റാൻഡം വേരിയബിളിൻ്റെ വാല്യൂ 0.5-നെക്കാട്ടും കുറയാനുള്ള പ്രോബബിലിറ്റിയാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ എഫ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 0.5 പറയുമ്പോൾ ഇവിടെ എക്സിന് ഏതൊക്കെ വാല്യൂസ് എടുക്കാൻ പറ്റുന്നുള്ള 1, 2, 3. അപ്പോൾ 0.5-നെക്കാട്ടും എക്സ് ചെറുതാവാൻ ഉള്ള സാധ്യത എന്താണ്? 0 ആണ് അല്ലേ. കാരണം എക്സ് ഒരിക്കലും 0.5-നെക്കാട്ടും ചെറിയൊരു വാല്യൂ എടുക്കുന്നില്ല. ദെർഫോർ നമുക്ക് പറയാം എഫ് ഓഫ് 0.5 ഇസ് ഈക്വൽ ടു 0. സിമിലർലി അടുത്ത ഇത് നമ്മളോട് ചോദിച്ചിരിക്കുന്നത് എഫ് ഓഫ് 3.2 ആണ്. എഫ് ഓഫ് 3.2 മീൻസ് പ്രോബബിലിറ്റി ദാറ്റ് എക്സ് ഇസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 3.2. അതായത് ഇവിടെ നമ്മൾ കണ്ടുപിടിക്കേണ്ട പ്രോബബിലിറ്റി എക്സിൻ്റെ വാല്യൂ 3.2-നെക്കാട്ടും കുറവാവാനുള്ള പ്രോബബിലിറ്റിയാണ്. അപ്പോൾ എക്സിൻ്റെ വാല്യൂ 3.2-നെക്കാട്ടും കുറവാവുക എന്ന് പറഞ്ഞാൽ ഇവിടെ എക്സിൻ്റെ എല്ലാ വാല്യൂസും 3.2-നെക്കാട്ടും കുറവാണ് അല്ലേ. അതായത് എക്സ് ക്യാൻ ബി ഈക്വൽ ടു 1 പ്ലസ് പ്രോബബിലിറ്റി ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു 2 പ്ലസ് പ്രോബബിലിറ്റി ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു 3 എന്ന് നമുക്ക് എഴുതാം. ആൻഡ് ദിസ് ഇസ് എഫ് ഓഫ് 1 നമ്മുടെ പി എം എഫ് ആണ്, പ്ലസ് ദിസ് ഇസ് എഫ് ഓഫ് 2 പ്ലസ് ദിസ് ഇസ് എഫ് ഓഫ് 3. അതായത് എല്ലാ പി എം എഫുകളെയും നമ്മൾ ആഡ് ചെയ്തിരിക്കുന്നു. എല്ലാ പി എം എഫുകളെയും ആഡ് ചെയ്താൽ ടോട്ടൽ പി എം എഫ് ഇസ് ഓൾവേസ് ഈക്വൽ ടു 1. ഇവിടെ ആൻസർ എന്താ കിട്ടുന്നത്? 1 ആണ്. അപ്പോൾ എഫ് ഓഫ് 0.5 ഇസ് ഈക്വൽ ടു 0 ആൻഡ് എഫ് ഓഫ് 3.2 ഇസ് ഈക്വൽ ടു 1. അടുത്ത ക്വസ്റ്റ്യൻ, ഡിഫൈൻ mathematical expectation of a discrete random variable x. Also show that for a random variable x, expectation of x the whole square is less than or equal to expectation of x square if the expectations exist. ആദ്യം നമുക്ക് എന്താണ് മാത്തമാറ്റിക്കൽ എക്സ്പെക്റ്റേഷൻ എന്ന്
നോക്കാം. ലെറ്റ് എക്സ് ബി എ ഡിസ്ക്രീറ്റ് റാൻഡം വേരിയബിൾ assuming values x1, x2, etc. xn with probability mass function f of x. Then the mathematical expectation of x or mean of the random variable x is given by expectation of x is equal to summation over x f of x into f of x, that is equal to x1 into f of x1 plus x2 into f of x2 etc. plus xn into f of x. ഇതിനാണ് ഒരു റാൻഡം വേരിയബിളിൻ്റെ എക്സ്പെക്റ്റേഷൻ എന്ന് നമ്മൾ പറയുന്നത്. ഇനി അടുത്തത് നമ്മൾ രണ്ടാമത്തെ പാർട്ട് നോക്കാം. എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് ഹോൾ സ്ക്വയർ ഇസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് സ്ക്വയർ നമ്മളെങ്ങനെയാണ് പ്രൂവ് ചെയ്യാൻ നോക്കാം. അപ്പോൾ നമുക്ക് അറിയുന്നൊരു കാര്യം, വേരിയൻസ് ഓഫ് എക്സിൽ നമുക്ക് തുടങ്ങാം. ഇപ്പോഴും വേരിയൻസ് ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ ഒരു സ്ക്വയേർഡ് ക്വാണ്ടിറ്റിയാണ്. ഇറ്റ് ഈസ് ഓൾവേസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0. അപ്പോൾ എന്താണ് വേരിയൻസ് ഓഫ് എക്സ്? വേരിയൻസ് ഓഫ് എക്സിനുള്ള ഒരു ഫോം can be written as expectation of x square minus expectation of x the whole square നമുക്ക് എഴുതാം വേരിയൻസ് ഓഫ് എക്സിന്. ദിസ് ഈസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 എന്ന് നമുക്കറിയാം. ഓർ എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് സ്ക്വയർ വിൽ ബി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് ദ ഹോൾ സ്ക്വയർ. ഇങ്ങനെ നമുക്ക് ഡയറക്റ്റായിട്ട് എഴുതാൻ പറ്റും. ഓർ ഇതിനെ നമുക്ക് തിരിച്ചിട്ട് ഇടാം. ഓർ എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് ദ ഹോൾ സ്ക്വയർ that is less than or equal to expectation of x square. ഇങ്ങനെയാണ് നമ്മൾ ആ സെക്കൻഡ് പാർട്ട് പ്രൂവ് ചെയ്യുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, ഇഫ് m.g.t is the m.g.f of x, identify the m.g.f of 2x minus 5. അപ്പം നമുക്ക് m.x.t എന്ന് പറയുന്നത് നമ്മുടെ റാൻഡം വേരിയബിൾ എക്സിൻ്റെ m.g.f ആണ് എന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ എങ്ങനെയാണ് നമ്മൾ m.g.f-നെ ഡിഫൈൻ ചെയ്യുന്നത്? m.x.t is equal to expectation of e raised to tx. ഇതാണ് m.x.t. അല്ലെങ്കിൽ എക്സ്പെക്റ്റേഷൻ ഓഫ് e raised to tx എന്ന് കാണുകയാണെങ്കിൽ നമുക്ക് m.x.t എന്ന് എഴുതുകയും ചെയ്യും. അപ്പോൾ ഇത് നമുക്കറിയാം. ഇനി കണ്ടുപിടിക്കേണ്ടത് എക്സിൻ്റെ m.g.f അറിയാം എങ്കിൽ 2x മൈനസ് 5യുടെ m.g.f ആണ് കാണേണ്ടത്. അപ്പോൾ എനിക്ക് കണ്ടത് m 2x മൈനസ് 5 ഓഫ് t ആണ് കാണാൻ പോകുന്നത്. That is equal to expectation of e raised to t into ഇവിടെ x വന്ന സ്ഥാനത്ത് ഇവിടെ ആരാളുള്ളത്? 2x മൈനസ് 5. അപ്പോൾ t ഇൻറ്റു 2x മൈനസ് 5 എന്ന് നമ്മൾ എഴുതി. ആൻഡ് ദിസ് ക്യാൻ ബി റിട്ടൺ ആസ് എക്സ്പെക്റ്റേഷൻ ഓഫ്, ഞാൻ ബ്രാക്കറ്റ് മാറ്റിയിട്ട് എഴുതുകയാണ്, e raised to 2tx മൈനസ് 5t. ബ്രാക്കറ്റ് മാറ്റി ടീനെ രണ്ട് ടേമിനും കൊടുത്തു. ആൻഡ് ഇവിടെ നമുക്ക് ടേംസിനെ സ്പ്ലിറ്റ് ചെയ്തിട്ട് എഴുതാം. എക്സ്പെക്റ്റേഷൻ ഓഫ് നമുക്ക് അറിയുന്നതാണ് എ റേസ് ടു എം പ്ലസ് എൻ എന്ന് വന്നാൽ എ റേസ് ടു എം ഇൻറ്റു എ റേസ് ടു എൻ എന്ന ഫോമിൽ സ്പ്ലിറ്റ് ചെയ്തിട്ട് എഴുതാം. ഇവിടെ ഇ റേസ് ടു 2tx ഇൻറ്റു ഇ റേസ് ടു മൈനസ് 5t എന്ന് രണ്ട് ടേമുകളാക്കി സ്പ്ലിറ്റ് ചെയ്തിട്ട് എഴുതി. ഇതിൽ ഇ റേസ് ടു മൈനസ് 5t എന്ന് പറയുന്ന ടേമിൽ എക്സ് ഇല്ല, ഒരു കോൺസ്റ്റൻറ്റ് ടേമാണ്. അതിന് നമുക്ക് എക്സ്പെക്റ്റേഷൻ്റെ പുറത്തേക്ക് അതേപോലെ വെച്ച് കൊടുക്കാം. ദിസ് ഈസ് ഈക്വൽ ടു ഇ റേസ് ടു മൈനസ് 5t ഇൻറ്റു എക്സ്പെക്റ്റേഷൻ ഓഫ് ഇ റേസ് ടു 2tx എന്ന് നമുക്ക് എഴുതാം അല്ലേ. ദിസ് ഈസ് ഈക്വൽ ടു ഇ റേസ് ടു മൈനസ് 5t ഇൻറ്റു നമ്മൾ കണ്ടതാണ് എക്സ്പെക്റ്റേഷൻ ഓഫ് ഇ റേസ് ടു tx എന്ന് വന്നാൽ എനിക്ക് എങ്ങനെ എഴുതാം? m.x.t എന്ന് എഴുതും. ഇവിടെ എക്സ്പെക്റ്റേഷൻ ഓഫ് ഇ റേസ് ടു ടിയുടെ സ്ഥാനത്ത് 2tx എന്ന് വന്നിട്ടുണ്ട്. അപ്പോൾ ദാറ്റ് ക്യാൻ ബി റിട്ടൺ ആസ് m.x.2t. ദിസ് ഇസ് ദ m.g.f ഓഫ് 2x മൈനസ് 5. അടുത്ത ക്വസ്റ്റ്യൻ, ഫൈൻഡ് ദ ക്യാരക്ടറിസ്റ്റിക് ഫംഗ്ഷൻ ഓഫ് എക്സ് വേർ probability of x is equal to x is 0.5 for x is equal to 0,1. നമുക്ക് ക്യാരക്ടറിസ്റ്റിക് ഫംഗ്ഷൻ കാണണം. നമുക്ക് തന്നിരിക്കുന്നത് പ്രോബബിലിറ്റി ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു എക്സ് ആണ്. പ്രോബബിലിറ്റി ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു എക്സ് എന്ന് പറയുന്നത് നമ്മുടെ PMF ആണ്, സ്മോൾ എഫ് ഓഫ് എക്സ് ആണ്. അതെന്താ തന്നിരിക്കുന്നത്? ദാറ്റ് ഈസ് ഈക്വൽ ടു 0.5 ആണ് വെൻ എക്സ് ഇസ് ഈക്വൽ ടു 0,1. അപ്പോൾ എക്സിൻ്റെ വാല്യൂ 0 ആയാലും എഫ് ഓഫ് എക്സ് 0.5 ആണ്, എക്സിൻ്റെ വാല്യൂ 1 ആയാലും എഫ് ഓഫ് എക്സ് 0.5 ആണ്. ഇതാണ് നമുക്ക് അറിയുന്ന കാര്യം. ഇനി നമുക്ക് ക്യാരക്ടറിസ്റ്റിക് ഫംഗ്ഷൻ എഴുതാം. ക്യാരക്ടറിസ്റ്റിക് ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ 5x ഓഫ് ടി വെച്ചിട്ടാണ് നമ്മൾ എഴുതുന്നത്. വാട്ട് ഈസ് 5x ഓഫ് ടി? ദറ്റ് ഈസ് ഈക്വൽ ടു എക്സ്പെക്റ്റേഷൻ ഓഫ് ഇ റേസ് ടു
ഐ ടി എക്സ്. ഇതാണ് നമ്മുടെ ക്യാരക്ടറിസ്റ്റിക് ഫംഗ്ഷൻ. അപ്പോൾ ഇതൊരു ഡിസ്ക്രീറ്റ് റാൻഡം വേരിയബിൾ ആണ് അല്ലേ. അപ്പോൾ സമ്മേഷൻ ഓവർ എക്സ് ഇ റേസ് ടു ഐ ടി എക്സ് ഇൻറ്റു എഫ് ഓഫ് എക്സ് എന്നാണ് നമ്മളതിൻ്റെ വാല്യൂ കണ്ടുപിടിക്കാൻ എഴുതേണ്ടത്. ദാറ്റ് ഈസ് സമ്മേഷൻ എക്സ് ഇസ് ഈക്വൽ ടു 0 to 1 ഇ റേസ് ടു ഐ ടി എക്സ് ഇൻറ്റു എഫ് ഓഫ് എക്സ്. എഫ് ഓഫ് എക്സ് ഇവിടെ 0 ആയാലും 1 ആയാലും 0.5 തന്നെയാണ് എഫ് ഓഫ് എക്സ് അല്ലേ. ദാറ്റ് ഈസ് ഈക്വൽ ടു 0.5 നമുക്ക് പുറത്തേക്ക് വയ്ക്കാം. എക്സിന് ഞാൻ 0 എന്നും 1 എന്നുള്ള വാല്യൂ കൊടുക്കും. ഇ റേസ് ടു ഐ ടി ഇൻറ്റു 0 പ്ലസ് ഇ റേസ് ടു ഐ ടി ഇൻറ്റു 1 or that can be written as 0.5 ഇൻറ്റു ഇ റേസ് ടു 0 എന്ന് ഇവിടെ വരും അല്ലേ. ഇ റേസ് ടു 0 എന്ന് പറഞ്ഞാൽ 1 ആണ്, പ്ലസ് ഇ റേസ് ടു ഐ ടി ഇൻറ്റു 1. അപ്പോൾ ഇ റേസ് ടു ഐ ടി. ദിസ് ഇസ് ദ ക്യാരക്ടറിസ്റ്റിക് ഫംഗ്ഷൻ. അടുത്ത ക്വസ്റ്റ്യൻ, എക്സ്പ്രസ് the coefficient of correlation between two random variables x and y in terms of their expectation. ഞാൻ ഇവിടെ ഫൈനൽ ആൻസറാണ് എഴുതിയത്. ശരിക്കും കോറിലേഷൻ കോഎഫിഷ്യൻറ്റ് ആർ എന്ന് പറഞ്ഞാൽ എന്താണ്? ദാറ്റ് ഈസ് കൊവേരിയൻസ് ഓഫ് എക്സ് വൈ ഡിവൈഡഡ് ബൈ റൂട്ട് ഓഫ് വേരിയൻസ് ഓഫ് എക്സ് ഇൻറ്റു റൂട്ട് ഓഫ് വേരിയൻസ് ഓഫ് വൈ ആണ്. അതിനെ നമുക്ക് എങ്ങനെ എഴുതാം? കൊവേരിയൻസ് ഓഫ് എക്സ് വൈ എന്ന് പറഞ്ഞാൽ അതിനെ നമുക്ക് എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് മൈനസ് എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് ഇൻറ്റു വൈ മൈനസ് എക്സ്പെക്റ്റേഷൻ ഓഫ് വൈ എന്നുള്ള അതാണ് അതിൻ്റെ ഒറിജിനൽ ഫോർമുല, ഡിവൈഡഡ് ബൈ വേരിയൻസ് ഓഫ് എക്സിന് നമുക്ക് എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് മൈനസ് എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് ദ ഹോൾ സ്ക്വയർ എന്നും, വേരിയൻസ് ഓഫ് വൈനെ റൂട്ടിൻ്റെ ഉള്ളിലാണ് വേരിയൻസ് ഓഫ് വൈ, എക്സ്പെക്റ്റേഷൻ ഓഫ് വൈ മൈനസ് എക്സ്പെക്റ്റേഷൻ ഓഫ് വൈ ദ ഹോൾ സ്ക്വയർ എന്ന രീതിയിലും എഴുതാം. ഇങ്ങനെ എഴുതാം. ഇതിനെ ബ്രാക്കറ്റൊക്കെ മാറ്റി സിംപ്ലിഫൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെ എഴുതാം? എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് വൈ മൈനസ് എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് ഇൻറ്റു എക്സ്പെക്റ്റേഷൻ ഓഫ് വൈ ഡിവൈഡഡ് ബൈ റൂട്ട് ഓഫ് എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് സ്ക്വയർ മൈനസ് എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് ഹോൾ സ്ക്വയർ ഇൻറ്റു റൂട്ട് ഓഫ് എക്സ്പെക്റ്റേഷൻ ഓഫ് വൈ സ്ക്വയർ മൈനസ് എക്സ്പെക്റ്റേഷൻ ഓഫ് വൈ ഹോൾ സ്ക്വയർ. ഈ രൂപത്തിലും നമുക്ക് എഴുതാം. അപ്പോൾ എക്സ്പെക്റ്റേഷൻ്റെ ടേംസിൽ ഇങ്ങനെയാണ് നമ്മൾ കോറിലേഷൻ കോഎഫിഷ്യൻറ്റിനെ എഴുതുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, if the joint PDF of x and y is f of x comma y is equal to 1 for 0 less than x less than 1, 0 less than y less than 1, find probability of x greater than 0.2 given y greater than 0.6. അപ്പോൾ നമുക്ക് ജോയിൻറ്റ് പി എം എഫ് തന്നിട്ടുണ്ട്. എഫ് ഓഫ് എക്സ് കോമ വൈ, എക്സിൻ്റെയും വൈൻ്റെയും ജോയിൻറ്റ് പി എം എഫ് 1 ആണ്. ആൻഡ് എക്സിൻ്റെയും വൈൻ്റെയും റേഞ്ച് എന്താണ്? 0 ലെസ് ദാൻ എക്സ് ലെസ് ദാൻ 1, 0 ലെസ് ദാൻ വൈ ലെസ് ദാൻ 1 അല്ലേ. ഇനി കാണാൻ പറഞ്ഞിരിക്കുന്നത് ഒരു കണ്ടീഷണൽ പ്രോബബിലിറ്റിയാണ്. പ്രോബബിലിറ്റി ഓഫ് എക്സ് ഗ്രേറ്റർ ദാൻ 0.2 ഗിവൺ വൈ ഗ്രേറ്റർ ദാൻ 0.6. അപ്പോൾ നമുക്കറിയാം കണ്ടീഷണൽ പ്രോബബിലിറ്റി. ഇപ്പം പി ഓഫ് എ ഗിവൺ ബി കാണൂ എന്ന് പറഞ്ഞാൽ നമ്മൾ എന്താ ചെയ്യുക? പ്രോബബിലിറ്റി ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി ഡിവൈഡഡ് ബൈ പി ഓഫ് ബി എന്ന് എഴുതും. അതായത് മുകളിൽ നമ്മൾ ഈ രണ്ടുപേരുടെയും ജോയിൻറ്റ് പ്രോബബിലിറ്റിയാണ് എഴുതുന്നത്. അതേപോലെ എഴുതുകയാണ് വെച്ചാൽ ഇവിടെ നമുക്കിങ്ങനെ എഴുതാം: പ്രോബബിലിറ്റി ഓഫ് എക്സ് ഗ്രേറ്റർ ദാൻ 0.2 കോമ വൈ ഗ്രേറ്റർ ദാൻ 0.6 എന്ന് പറഞ്ഞാൽ ജോയിൻറ്റ് പ്രോബബിലിറ്റി മുകളിലും, താഴെ പ്രോബബിലിറ്റി ഓഫ് വൈ ഗ്രേറ്റർ ദാൻ 0.6 വൈയുടെ മാത്രം ഈ പ്രോബബിലിറ്റിയാണ് എഴുതേണ്ടത് അല്ലേ. അപ്പോൾ ഇത് എഴുതണമെങ്കിൽ നമ്മൾ ആദ്യം മാർജിനൽ പി ഡി എഫ് ഓഫ് വൈ കണ്ടുപിടിക്കണം. ഇതിനു വേണ്ടി ഞാൻ ആദ്യം F2 of y എന്ന് പറഞ്ഞാൽ ദിസ് ഇസ് ദ മാർജിനൽ പി ഡി എഫ് ഓഫ് വൈ ആണ് ഞാൻ കണ്ടുപിടിക്കുന്നത്. മാർജിനൽ പി ഡി എഫ് ഓഫ് വൈ കാണണമെങ്കിൽ നമ്മൾ എക്സിൻ്റെ റേഞ്ചിൽ നമ്മൾ ജോയിൻറ്റ് പി ഡി എഫിനെ ഞാൻ ഇൻ്റഗ്രേറ്റ് ചെയ്യണം. ഇൻ്റഗ്രൽ ഓവർ എക്സ് എഫ് ഓഫ് എക്സ് കോമ വൈ ഡി എക്സ്. This is equal to x in the ranges integral 0 to 1 dx. അപ്പം ഇൻ്റഗ്രേറ്റ് ചെയ്താൽ എക്സ് എന്ന് കിട്ടുന്നു. ബിറ്റ്വീൻ ലിമിറ്റ്സ് 0 and 1, റേഞ്ച് കൊടുത്താൽ 1 - 0. അപ്പോൾ ദിസ് ഇസ് 1. F2 of y 1 എന്ന് കിട്ടിയത് അല്ലേ. ഇനി നമുക്ക് ഈ പ്രോബബിലിറ്റി കണ്ടുപിടിക്കാം.
നമ്മൾ കണ്ടീഷണൽ പ്രോബബിലിറ്റി കാണുകയാണ്. പ്രോബബിലിറ്റി ഓഫ് അതിന് വേണ്ടിയിട്ട് അതിൻ്റെ ന്യൂമറേറ്റർ ആദ്യം നമുക്ക് കണ്ടുപിടിക്കാം. പ്രോബബിലിറ്റി ഓഫ് എക്സ് ഗ്രേറ്റർ ദാൻ 0.2 കോമ വൈ ഗ്രേറ്റർ ദാൻ 0.6 ഇതാണ് ഞാൻ കാണുന്നത്. ദാറ്റ് ഈസ് ഈക്വൽ ടു ഇവിടെ 2 റാൻഡം വേരിയബിൾസ് ഉണ്ട്. അപ്പോൾ 2 ഇൻ്റഗ്രൽ ചെയ്യണം. ഇൻ്റഗ്രൽ ഓവർ എക്സിൽ വരുന്നത് എക്സിൻ്റെ വാല്യൂ 0.2നെക്കാട്ടും കൂടുന്നു എന്നാണ് പറഞ്ഞത്. അപ്പോൾ എക്സിൻ്റെ റേഞ്ച് എന്തായിരിക്കും? 0.2 മുതൽ അതിനെ എടുക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ വാല്യൂ 1 ആണ്. വൈൻ്റെ റേഞ്ച് വൈ ഈസ് ഗ്രേറ്റർ ദാൻ 0.6 എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ വൈൻ്റെ റേഞ്ച് ഞാൻ 0.6 to 1 വരെ എടുക്കുന്നു. ഞാൻ ആരെയാണ് ഇൻ്റഗ്രേറ്റ് ചെയ്യേണ്ടത്? എൻ്റെ ജോയിൻറ്റ് PDF-നെ ഇൻ്റഗ്രേറ്റ് ചെയ്യണം. dx dy-നെ ഞാൻ ഇൻ്റഗ്രേറ്റ് ചെയ്യും അല്ലേ. ദാറ്റ് ഈസ് ഈക്വൽ ടു ഞാൻ ചെയ്യുന്നത് ഇൻ്റഗ്രൽ 0.2 to 1 ഇൻ്റഗ്രൽ 0.6 to 1. എൻ്റെ ജോയിൻറ്റ് PDF f of x y 1 ആണ്. ഞാൻ ആദ്യം വിത്ത് റെസ്പെക്ട് ടു y ആണ് ഇയാൾ ഇൻ്റഗ്രേറ്റ് ചെയ്യാൻ പോകുന്നത്. ആൻഡ് അതിന് ശേഷമാണ് വിത്ത് റെസ്പെക്ട് ടു x. ദാറ്റ് ഈസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ 0.2 to 1. 1നെ വിത്ത് റെസ്പെക്ട് ടു y ഇൻ്റഗ്രേറ്റ് ചെയ്താൽ y എന്ന് കിട്ടും. ബിറ്റ്വീൻ ലിമിറ്റ്സ് 0.6 to 1 dx or this is equal to 0.2 to 1. വൈന് അപ്പർ ലിമിറ്റും ലോവർ ലിമിറ്റും കൊടുക്കുകയാണ്. 1 minus 0.6 dx or this is equal to 0.4 integral 0.2 to 1 0.4 dx എന്ന് കിട്ടുന്നു. or ഇതിനെ വീണ്ടും വിത്ത് റെസ്പെക്ട് ടു എക്സ് ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ 0.4 x എന്ന് കിട്ടുന്നു. ബിറ്റ്വീൻ ലിമിറ്റ്സ് 0.2 and 1 അല്ലേ. ഈ റേഞ്ച് കൊടുക്കാം 0.4 ഇൻറ്റു ഇവിടെ നമ്മൾ റേഞ്ച് കൊടുക്കുമ്പോൾ എന്താ വരുന്നത്? അപ്പർ ലിമിറ്റ് 1 മൈനസ് ലോവർ ലിമിറ്റ് 0.2 എന്ന് വരുന്നു. ഓർ ദിസ് ഇസ് 0.4 ഇൻറ്റു 0.8 ആൻഡ് ദ ആൻസർ ഈസ് 0.32. അതായത് നമുക്ക് കിട്ടിയിരിക്കുന്നത് നമ്മൾ ജോയിൻറ്റ് പ്രോബബിലിറ്റിയാണ്. എക്സ് ഗ്രേറ്റർ ദാൻ 0.2 കോമ വൈ ഗ്രേറ്റർ ദാൻ 0.6. അതിൻ്റെ ആൻസറാണ് എനിക്ക് 0.32 എന്ന് കിട്ടിയിരിക്കുന്നത്. ഇനി അടുത്തത് ഞാൻ കാണാൻ പോകുന്നത് എൻ്റെ ഡിനോമിനേറ്ററാണ്. അതായത് ഇൻ്റഗ്രൽ 0.6 to 1 എഫ് ഓഫ് വൈ ഡി വൈ ആണ് എനിക്ക് കാണേണ്ടത്. അതായത് എൻ്റെ ഇത് പ്രോബബിലിറ്റി ഓഫ് വൈ ഗ്രേറ്റർ ദാൻ 0.6 ആണ് എൻ്റെ ഡിനോമിനേറ്ററിൽ ഉണ്ടായിരുന്നത് അല്ലേ. ദറ്റ് ഈസ് ഇൻ്റഗ്രൽ 0.6 to 1 എഫ് ഓഫ് വൈ അല്ലെങ്കിൽ f2 ഓഫ് വൈ എന്ന് പറഞ്ഞാൽ 1 ആയിരുന്നു. 1 dy. ദറ്റ് ഈസ് വൈ ആണ് കിട്ടുന്നത് ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ ബിറ്റ്വീൻ ലിമിറ്റ്സ് 0.6 and 1. ഓർ ദിസ് ഇസ് 1 minus 0.6 അപ്പർ ലിമിറ്റ് മൈനസ് ലോവർ ലിമിറ്റ്. ദിസ് ഇസ് 0.4 എന്ന് കിട്ടും. അപ്പോൾ നമുക്ക് വേണ്ടത് കണ്ടീഷണൽ പ്രോബബിലിറ്റിയാണ്. പ്രോബബിലിറ്റി ഓഫ് എക്സ് ഗ്രേറ്റർ ദാൻ 0.2 ഗിവൺ വൈ ഗ്രേറ്റർ ദാൻ 0.6. അതിൻ്റെ ന്യൂമറേറ്ററാണ് നമ്മൾ ആദ്യം കണ്ടുവെച്ചത്. കഴിഞ്ഞ പേജിൽ കണ്ടത് 0.32 എന്നാണ് ന്യൂമറേറ്റർ വരുന്നത്. ഡിനോമിനേറ്റർ നമ്മളിപ്പോൾ കണ്ടു 0.4. ദിസ് ഇസ് 0.32 divided by 0.4 and the answer is 0.8. ഇതാണ് നമുക്കിവിടെ ആൻസർ കിട്ടുന്നത്.